ലൈംഗികാരോപണമെന്ന വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ കോഴിക്കോട് ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ ദീപകിന്റെ കുടുംബം രംഗത്ത്. സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ദീപകിനൊപ്പം ബസ്സിൽ യാത്ര ചെയ്ത സഹയാത്രികയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രതി ഷിംജിത മുസ്തഫ ബസ്സിൽ നിന്ന് ചിത്രീകരിച്ച വീഡിയോയിൽ ദീപകിനും ഷിംജിതയ്ക്കുമൊപ്പം സഞ്ചരിച്ച സഹയാത്രികയുടെ മൊഴി അന്വേഷണ സംഘം എടുത്തിട്ടില്ലെന്നാണ് ദീപകിന്റെ കുടുംബത്തിന്റെ പരാതി. ഇത് ചൂണ്ടിക്കാട്ടി ദീപകിന്റെ അമ്മ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വീണ്ടും പരാതി നൽകി. സംഭവം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേസിലെ പ്രധാന സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്താത്തത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അത് വലിയൊരു പ്രധാന സാക്ഷിയാണ് ആ കുട്ടി. അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കുട്ടിയല്ലേ അത്. അപ്പൊ ആ കുട്ടീന്റെ ഒരു മൊഴി എടുക്കണം എന്നുള്ളത് കറക്റ്റ് കാര്യമാണത്. അതന്നെയാണ് കണ്ണൂർ കമ്മീഷണറും അതന്നെയാണ് പറഞ്ഞത്. ആ കുട്ടീന്റെ മൊഴിയാണ് പോലീസ് എടുക്കേണ്ടത്. ഇതുവരെ പോയിട്ട് പോലീസ് എടുത്തിട്ടില്ല. ആവശ്യം ഞങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ നമുക്ക് കാണാനോ ഒന്നിനും നമുക്ക് താല്പര്യമില്ല. ആ കുട്ടീൻ്റെ മൊഴി എടുത്തിട്ട് ആ കുട്ടി ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൂടെ കൊടുത്തേക്കണേ. അത് ഇവിടുന്ന് പോലീസ് പോയി അന്വേഷിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞ് അതിനെന്ത് വേണമെങ്കിലും അവിടുത്തെ കമ്മീഷണർ പറഞ്ഞത് എന്ത് സഹായം വേണമെങ്കിലും അവർ ചെയ്തു കൊടുത്തോളാന്നാണ് പറഞ്ഞത്. ബസ്സിൽ നിന്ന് ഷിംജിത ചിത്രീകരിച്ച വീഡിയോയിൽ നിന്ന് തന്നെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഹയാത്രിക സൈബർ പോലീസിന് പരാതി നൽകിയിരുന്നു. ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തെന്ന് പോലീസ് വിവരാവകാശ നിയമപ്രകാരം കുടുംബത്തിന് മറുപടി നൽകുകയും ചെയ്തു. അതേസമയം ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. ജനം, കോഴിക്കോട്.